സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണീ നമോസ്തുതേ. ശ്രീ മഹാദേവേ നമ. നമ്മളിങ്ങനെ യാത്ര ചെയ്ത് അവിടെ എത്തി. ഇന്നലെ നമ്മളൊരു കഥ പൂർത്തിയാക്കിയിട്ടില്ല. മംഗളചണ്ഡി ഉപാഖ്യാനം അത് നമ്മളെ പകുതി വെച്ചിട്ടാണുള്ളത്. അപ്പൊ ഇഷ്ടദേവനായ ശ്രീകൃഷ്ണ പരമാത്മാവിനെ കണ്ട് ജരൽക്കാരുമുനി ഭക്തിയോടെ നമസ്കരിച്ചു. പിന്നീട് മറ്റു ദേവന്മാരെയും കശ്യപനെയും നമസ്കരിച്ച് അവരുടെ ആഗമനോദ്ദേശം ആരാഞ്ഞു അദ്ദേഹം ജരൽക്കാരും. അപ്പൊ അത് കേട്ട സമയത്ത് ബ്രഹ്മാവ് ഋഷികേശനെ നമസ്കരിച്ചതിന് ശേഷം സമയോചിതമായി പറഞ്ഞു. എന്തു പറഞ്ഞു? സ്ത്രീധർമ്മം കൃത്യമായി അനുഷ്ഠിച്ച മനസാദേവിയെ പരിത്യജിക്കണമെങ്കിൽ സ്ത്രീധർമ്മം പരിപാലിക്കുന്നതിന് വേണ്ടി അവളിൽ പുത്രോത്പാദനം നടത്തണം എന്ന് പറഞ്ഞു. സന്തതി ഉണ്ടായതിനു ശേഷം അങ്ങേക്ക് അവളെ വേണമെങ്കിൽ സന്ധിക്കാന്ന്. അതുകൊണ്ട് ആ സമയത്ത് എന്താക്കി അദ്ദേഹം എന്നറിയാ? അത് ഇന്നലെ പറഞ്ഞിന് ഈ കുറച്ച് ഭാഗം കേട്ടോ. വിരക്തി കൊണ്ട് ഒരാൾ പുത്രോത്പാദനം നടത്താതെ വേൽ അവന്റെ പുണ്യം മുഴുവൻ മുറത്തിലൊഴിച്ച് വെള്ളം ചൂർന്ന് പോകുന്നത് പോലെ പോകുന്നാണ് പറയുന്നത്. അത് കേട്ട് ജരൽക്കാരുമുനി മനസാദേവിയുടെ നാഭിപ്രദേശത്ത് മന്ത്രപൂർവ്വം സ്പർശിച്ചു. അതിനുശേഷം അവളോട് പറഞ്ഞു, മനസ്സേ, ഈ ഗർഭത്തിൽ നിനക്കൊരു പുത്രൻ ഉണ്ടാകും കേട്ടോ. അവൻ ജിതേന്ദ്രന്മാർ ശ്രേഷ്ഠനും ധാർമ്മികനും ബ്രാഹ്മണോത്തമനും മഹായോഗിയും മഹാജ്ഞാനിയുമായി വരും. വിഷ്ണുഭക്തനായവൻ കുലത്തെ സമുദ്ധരിക്കും, നിങ്ങളുടെ സർപ്പവംശത്തെ ഉദ്ധരിക്കും ആ കുട്ടി എന്ന് പറഞ്ഞു. രക്ഷിച്ചോളും. ഈ പുത്രൻ ജനിക്കുമ്പോൾ പിതൃക്കളെല്ലാം ആനന്ദ നൃത്തം ചെയ്യും. പതിവ്രതയും സുശീലവുമായ പത്നി ഭർത്താവിനോട് പ്രിയം മാത്രം പറയുന്നവളാണ്. ഹരിയുടെ മാർഗം കാട്ടിത്തരുന്ന ബന്ധുവാണ് പിതാവ്. ഗർഭവാസത്തിൽ നിന്ന് മോചനം തരുന്നവൾ ആരാണോ അവളാണ് ഗർഭം ധരിച്ച മാതാവ്. യമനെ പറ്റിയുള്ള പേടി ഇല്ലാതാക്കുന്നവളാണ് സഹോദരി. വിഷ്ണുവിന്റെ മന്ത്രം ഉപദേശിക്കുന്നവനാണ് ഗുരു. കൃഷ്ണനെ പറ്റി ബോധവാനാക്കുന്നവനും ഗുരുവാണ്. ബ്രഹ്മാവ് തൊട്ടൊരു പുൽക്കൊടി വരെ ഈ വിശ്വം മുഴുവൻ ആരിൽ നിന്നാണ് ഉണ്ടാവുന്നതും ലയിക്കുന്നതും ആ പരമാത്മാവിനെ പറ്റിയുള്ള ജ്ഞാനം തന്നെയാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. വേദത്തിന്റെയും യജ്ഞത്തിന്റെയും എല്ലാം സാരമാണ് ഹരിപൂജനം. മനസ്സേ, ദേവി, ഹരിയെ പറ്റിയുള്ള ജ്ഞാനം ഞാൻ നിനക്ക് ഉപദേശിച്ചു തന്നു. ബന്ധവിമുക്തനാകുന്നത് ജ്ഞാനം കൊണ്ടാണ്. ബന്ധനമുണ്ടാക്കുന്നവൻ ശത്രുവാണ്. രക്ഷിക്കാത്തവനെ എങ്ങനെയാണ് ഗുരുവെന്നോ അച്ഛനെന്നോ ബന്ധുവെന്നോ പറയാനാവില്ലല്ലോ. രക്ഷിക്കുന്നവനല്ലേ ഭർത്താവ്. അതാണ് ഭഗവാൻ കൃഷ്ണന്റെ മാർഗം. പരമാനന്ദ സ്വരൂപമാണ്. ക്ഷമാശീലരാണ് സാധ്വികൾ. അവർ സത്വഗുണപ്രധാനികളായതിനാൽ കോപമുണ്ടാവുകയില്ല. ദേവി, ഞാൻ തപസ്സിനായി പോകുന്നു. ദേവിയും ഇഷ്ടമുള്ളിടത്ത് പോകുക. ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ പാദകമലം തന്നെയാണ് നിസ്പൃഹന്മാർക്ക് ആശ്രയം. ഇത്രയും ഭാഗം ഞാൻ ഇന്നലെ പറഞ്ഞത് ഒന്നുകൂടി പറഞ്ഞുപോയി, ക്ഷമിക്കുക. ഇപ്രകാരം ജരൽക്കാര് പറഞ്ഞപ്പോൾ മനസാദേവി ഗദ്ഗതത്തോടു കൂടി പറഞ്ഞു, പ്രഭോ, ഞാൻ അങ്ങയെ നിദ്രയിൽ നിന്ന് ഉണർത്തി എന്ന കാരണത്താൽ എന്നെ ഉപേക്ഷിക്കരുതേ. ഞാൻ സ്മരിക്കുന്ന മാത്രയിൽ അങ്ങ് എൻ്റെ അടുത്ത് വരണം. ബന്ധുക്കളുടെ വിരഹം ദുഃഖകരം തന്നെ. സ്ത്രീകൾക്ക് പുത്രന്മാരെക്കാൾ പ്രിയം പ്രിയതമനോട് തന്നെയാണ്. പലതും പറഞ്ഞ് വിലപിക്കുന്ന മനസ്സേ ജരൽക്കാരുമുനി തന്റെ മടിയിൽ പിടിച്ചിരുത്തി സാന്ത്വനിപ്പിച്ചു. ജ്ഞാനോദയം വന്ന് രണ്ടാളുടെയും ആകെ അസ്തമിച്ചു. പത്നിക്ക് തത്വബോധമുണ്ടാക്കി കൊടുത്തു മുനി ശ്രീകൃഷ്ണ ചരണാംഭോജം ധ്യാനിച്ച് തപസ്സിനായി പോയി. ആ കരച്ചിൽ നിർത്തിയിട്ടത്ര അദ്ദേഹം പോകുന്നത്. അതങ്ങനെ ഒരു ഇതുള്ളത് കൊണ്ട് എന്തെങ്കിലും ഒരു അപ്രിയം ചെയ്താലും ഞാൻ അന്ന് പോകും, നിന്നെ ഉപേക്ഷിക്കുന്നു പറഞ്ഞു പോയത് കൊണ്ടാണ്. ഒറ്റ ലേശം ഈ മനസ്സോട്, അതായത് ജരൽക്കാരു മഹർഷിക്ക് ഇഷ്ടക്കേടില്ല. അങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്തായാലും പോയല്ലേ തീരു, വാക്ക് പാലിക്കണ്ടേ. അവള് നേരെ ഗുരുവിന്റെ വാസസ്ഥാനമായ കൈലാസത്തിലേക്കും പോയി. അപ്പൊ ഉമാദേവി അവൾക്ക് ജ്ഞാനം ഉപദേശിച്ച് ദുഃഖവിമുക്തിയാക്കി. മഹാദേവനും അവൾക്ക് ജ്ഞാനോപദേശം നൽകി. നാരായണാംശമായ ഒരു കുഞ്ഞിനെ മനസാദേവി പ്രസവിച്ചു. ഗർഭത്തിൽ വെച്ച് തന്നെ മഹാദേവന്റെ ജ്ഞാനോപദേശം ശ്രവിച്ചതിനാൽ ആ കുഞ്ഞ് മഹാജ്ഞാനിയായി തീർന്നു. ആ കുഞ്ഞിനെ ശിവൻ തന്നെ ജാതകർമ്മം ചെയ്യിച്ചു. ആ ബാലന്റെ ക്ഷേമത്തിന് വേണ്ടി ശിവൻ വേദപാരായണം ചെയ്യിച്ചു. പാർവതീദേവിയും കുഞ്ഞിന് അനവധി സമ്മാനങ്ങൾ നൽകി. മഹാദേവൻ 4 വേദവും വേദാംഗങ്ങളും ശാസ്ത്രഗ്രന്ഥങ്ങളും മൃതസഞ്ജീവനി വിദ്യയും ബാലനെ അഭ്യസിപ്പിച്ചു. സ്വന്തം ഭർത്താവിലും ഇഷ്ടദേവനിലും
ഗുരുവിലും അത്യന്തം ഭക്തി അമ്മക്കുണ്ടായിരുന്നത് കൊണ്ട് ആ കുഞ്ഞ് ആസ്തികൻ എന്ന പേരിൽ പ്രസിദ്ധനാവുകയും ചെയ്തു. ശംഭുവിന്റെ നിർദ്ദേശമനുസരിച്ച് ആ ബാലൻ പുഷ്കരത്തിൽ പോയി വിഷ്ണുവിനെ തപസ് ചെയ്തു. മൂലപ്രകൃതിയുടെ ശ്രേഷ്ഠമന്ത്രം നേടി ബാലൻ 3,00,000 ദിവ്യവത്സരം തപസ് ചെയ്ത് സിദ്ധനായ യോഗിയായി തിരിച്ച് കൈലാസത്തിലേക്ക് തന്നെ വന്ന് ശങ്കരനെ വന്ദിച്ച് അവിടെ തന്നെ താമസമാക്കി. പിന്നീട് മനസാദേവി മകനുമൊത്ത് കശ്യപന്റെ ആശ്രമത്തിലെത്തി. മകളെയും പൗത്രനെയും കണ്ട് കശ്യപൻ എത്രമാത്രം സന്തോഷിച്ചു പറയാനാവില്ല. അത്രമാത്രം സന്തോഷവാനായി അദ്ദേഹം. ധാരാളം ദാനങ്ങൾ ബ്രാഹ്മണർക്കായി നൽകുകയും ചെയ്തു. അതിഥിയും ദിതിയും മറ്റമ്മമാരും ഈ പുത്രനെ കണ്ട് വളരെ 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 അധികം സന്തോഷിച്ചു. അവർ അവിടെ തന്നെ താമസമാക്കി. ഇനി ഞാൻ ആസ്തികന്റെ കഥ പറഞ്ഞു തരാട്ടോ. പണ്ട് അഭിമന്യു സുതനായ പരീക്ഷത്തിന് സ്വന്തം കർമ്മദോഷം കൊണ്ടൊരു മുനികുമാരന്റെ ശാപം ഏൽക്കേണ്ടി വന്നുവല്ലോ. തന്റെ അച്ഛന്റെ കഴുത്തിൽ പരീക്ഷിത്ത് രാജാവ് ചത്തപാമ്പിനെ ഇട്ടപ്പോൾ ആ മുനികുമാരൻ കൗശികി നദി ഇറങ്ങി കൈക്കുമ്പിളിൽ ജലം എടുത്ത് പ്രാർത്ഥിച്ചു. എന്റെ അച്ഛന്റെ കഴുത്തിൽ ചത്തപാമ്പിനെ ഇട്ടവനെ ഇന്നേക്ക് 7-ാം ദിവസം തക്ഷകൻ കടിച്ചു മരിക്കട്ടെ എന്നായിരുന്നു ശാപം. നമുക്കറിയാലോ, അത് മഹാഭാരതത്തിൽ വളരെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ഭാഗം. ഈ ശാപവാർത്ത അറിഞ്ഞ പരീക്ഷിത്ത് രാജാവ് ദേഹരക്ഷയ്ക്ക് വേണ്ടി കാറ്റിലും കൂടി അകത്തേക്ക് കടക്കാൻ പറ്റാത്ത ഒരു മാളികയിൽ അടച്ചിരുന്നു. 7-ാം ദിവസം രാജാവിനെ കടിക്കാൻ പോകാൻ ഇറങ്ങിയ തക്ഷകനെ രാജധാനിയിലേക്ക് പോകുന്ന ധന്വന്തരി എന്ന വിഷഹാരി കണ്ടു. ഇദ്ദേഹം ഗംഗാനദിയുടെ നടുവിലൊരു സ്തൂപം തീർത്ത് അതിലൊരു മണ്ഡപം തീർത്ത് അവിടെ ഇരുന്ന് ഉപവാസമെടുത്ത് ഒരു ഭക്ഷണം ഒന്നും കഴിക്കാതെ 7 ദിവസം അവിടെ ഇരുന്ന് ശ്രീമദ് ഭാഗവതം കേട്ടത് കൊണ്ടാണ് മറ്റേ റൂമിന്റെ ഉള്ളിൽ അടച്ചിരിക്കുകയല്ല അദ്ദേഹം ചെയ്തത്. ധന്വന്തരി എന്ന വിഷഹാരിയല്ല കണ്ടത്. ഈ തക്ഷകന്റെ അച്ഛനായ കശ്യപൻ തന്നെയാണ് ഒരു വേഷത്തിൽ വന്നിട്ട് കണ്ടതെന്നാണ് മഹാഭാരതത്തിൽ പറയുന്നത്. ഏതാണ് ശരിയെന്ന് നമുക്കറിയില്ലല്ലോ. വഴിയിൽ അവർ കുശലങ്ങളൊക്കെ പറഞ്ഞ് സ്നേഹത്തിലായി. വിഷഹാരിയെ പരീക്ഷത്തിന്റെ രാജധാനിയിലേക്ക് പോകാൻ സമ്മതിക്കാതെ ധാരാളം ധനവും വില പിടിച്ച രത്നങ്ങളും നൽകി തക്ഷകൻ തിരിച്ചയച്ചു. സ്വന്തം അച്ഛനായ കശ്യപൻ എന്നാണ് മഹാഭാരതത്തിൽ പറയുന്നത്. വിഷഹാരി ധനവും മറ്റും ലഭിച്ച സന്തോഷത്തോടെ തിരിച്ചു പോവുകയും ചെയ്തു എന്നാണ് പറയുന്നത്. തക്ഷകൻ പിന്നീട് രാജധാനിയിലെത്തി രാജാവിനെ ദംശിക്കുകയും രാജാവ് കാലഗതി പ്രാപിക്കുകയും ചെയ്തു. നമുക്കറിയാം തക്ഷകൻ എങ്ങനെയാണ് പോയതെന്ന്. 4 സർപ്പങ്ങളെ 4 ബ്രാഹ്മണ കുട്ടികളായി വേഷം മാറ്റി അവരുടെ കയ്യിൽ കുറച്ച് പഴങ്ങൾ, ഒരു കൂടയിൽ കുറച്ച് പഴങ്ങളും കൊണ്ടുപോയി. അപ്പം 7-ാമത്തെ ദിവസം സന്ധ്യാവാറായ സമയത്ത് തക്ഷകൻ ഈ ഉപവാസം അവസാനിപ്പിച്ചുവല്ലോ. അപ്പൊ പറയുന്നു അദ്ദേഹം, നമുക്കിനി അതിന് പേടിയില്ല, തക്ഷകനെ പേടിയില്ല, പിന്നെ മഹർഷിയുടെ ശാപം ഇല്ലാതാവും ചെയ്യില്ല എന്ന് പറഞ്ഞ് പഴം എടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയ പഴത്തിൽ തന്നെ ചെറിയൊരു ചുവന്ന കൃമി ഉണ്ടായിരുന്നു. അത്ര ചെറിയൊരു പുഴു. അതിന് ഞെരടി കളയാനേ ഇല്ല എന്നതാണ് പറഞ്ഞത്. വിധിയെ തടുക്കാൻ ആർക്കും ആവില്ല എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? ബ്രാഹ്മണ ശാപം അസത്യമായും വരാഹാനി നമുക്ക് വരികയുമില്ലല്ലോ എന്നും പറഞ്ഞ് ഇതിനെ കഴുത്തിൽ വെച്ചു എന്നാണ്. ഇത് ഒരൊറ്റ ചുറ്റലങ്ങ് ചുറ്റി കൊത്തുകയും ചെയ്തു. അപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ആത്മാവ് വൈകുണ്ഠത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് പുത്രധർമ്മം മാത്രമാണ് ഈ തക്ഷകൻ പാലിച്ചത് എന്ന് പറയുന്നത്. അവിടെ തന്നെ ഭസ്മായല്ലോ, അങ്ങനെയാണ് പറയുന്നത്. പിന്നെന്ത് ചെയ്തു? തക്ഷകൻ പിന്നീട് രാജധാനിയിലെത്തി രാജാവിനെ ദംശിക്കുകയും ചെയ്തു എന്നല്ലേ ഇതിൽ പറയുന്നത്. അത് ദംശിച്ചതന്നെയാണ് ചുറ്റി. അപ്പത്തേക്ക് അദ്ദേഹത്തിന്റെ ആത്മാവ് പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പരീക്ഷത്തിന്റെ മകനായ ജനമേജയൻ അച്ഛന്റെ സംസ്കാരാദിക്രിയകളെല്ലാം വിധിയാമണ്ണം ചെയ്തു. പിന്നീട് ജനമേജയൻ എന്ത് ചെയ്തു? എന്റെ അച്ഛനെ കടിച്ചു കൊന്ന വംശം, ഈ സർപ്പത്തിന്റെ വംശം ഞാൻ ഇല്ലാതാക്കുന്നു പറഞ്ഞ ഒരു സർപ്പസത്രം എന്നുള്ളൊരു സത്രം എന്ന് പറഞ്ഞാൽ തന്നെ യാഗല്ലേ, അത് ആരംഭിച്ചു. പിന്നീട് ജനമേജയൻ ആ മഹായജ്ഞം ആരംഭിച്ച സമയത്ത് സർപ്പങ്ങളെ ഇങ്ങനെ ഹോമിച്ചു കൊണ്ടിരിക്കെ വിപ്രന്മാർ തക്ഷകനെ ഹോമിക്കാൻ ഒരുങ്ങിയപ്പോൾ തക്ഷകൻ പേടിച്ച് ഇന്ദ്രനെ ശരണം പ്രാപിച്ചു. അവർ സുഹൃത്തുക്കളാണ്. അപ്പോൾ വിപ്രന്മാർ തക്ഷകന്റെ കൂടെ ഇന്ദ്രനെയും കൂടി ആവാഹിക്കാം എന്നുള്ള രീതിയിൽ മന്ത്രം ജപിക്കാൻ തുടങ്ങി.
അപ്പോൾ ഇന്ദ്രനും മറ്റു ദേവന്മാരും മനസാദേവിയെ മനസാദേവിയുടെ കൽപ്പന പ്രകാരം ആസ്തികൻ ജനമേജയന്റെ അടുത്ത് വന്ന് ഇന്ദ്രന്റെയും തക്ഷകന്റെയും ജീവൻ യാചിച്ചു വാങ്ങി. കരുണ തോന്നിയ രാജാവ് ബ്രാഹ്മണന്മാരുടെ അനുവാദത്തോടെ അത് സമ്മതിച്ചു. രാജാവ് യജ്ഞം സമർപ്പിച്ച് ബ്രാഹ്മണർക്ക് ദക്ഷിണയും നൽകി. ഈ കുട്ടീനെ കണ്ടിട്ട് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ച സമയത്ത് അത്രയും യോഗ്യനും തേജോമയനുമായ കുട്ടിയായതുകൊണ്ട് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹം പറഞ്ഞത് സർപ്പസത്രം മതിയാക്കണം എന്നാണ്. അങ്ങനെ പിന്നെ വാക്ക് കൊടുത്തത് കൊണ്ട് സർപ്പസത്രം മതിയാക്കണി. കുറെ ദുഷ്ടനാഗങ്ങൾ ചത്തുപോയെങ്കിലും വിചാരിച്ചത് തക്ഷകനെ കൊല്ലണം. പക്ഷെ തക്ഷകൻ ഇന്ദ്രന്റെ സുഹൃത്തായത് കൊണ്ടും ഈ കുട്ടി അതിൻ്റെ ഇടക്ക് വന്നിങ്ങനെ കാര്യം യാചിച്ചു വാങ്ങിച്ചത് കൊണ്ടും തക്ഷകൻ മരിച്ചില്ല. പിന്നീട് ബ്രാഹ്മണരും മുനിമാരും ഇന്ദ്രനും കൂടി മനസാദേവിയുടെ അടുത്തേക്ക് ചെന്നു. അവരെല്ലാവരും മനസാദേവിയെ സ്തുതിക്കുകയും പ്രത്യേകം പൂജിക്കുകയും ചെയ്തു. ബ്രഹ്മാവും വിഷ്ണുവും ശംഭുവും പറഞ്ഞ പോലെ ഇന്ദ്രൻ ഷോഡശോപചാരങ്ങളോടുകൂടി ദേവിയെ പൂജിച്ച് ആരാധിച്ചു. അതിനുശേഷം എല്ലാവരും സ്വഗൃഹങ്ങളിലേക്ക് പോകുകയും ചെയ്തു. നാരദ, അങ്ങ് ചോദിച്ചതൊക്കെ ഞാൻ പറഞ്ഞു തന്നില്ലേ? ഇനി എന്താണ് ഒരാൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമ്മുടെ നാരായണ മഹർഷി ചോദിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്ന, മഹർഷി, ഏത് സ്തോത്രം കൊണ്ടാണ് അമരാധിപൻ ആ ദേവിയെ സ്തുതിച്ചത്? പൂജാക്രമങ്ങളും എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നാലും പറഞ്ഞു. അപ്പൊ പറയണു, ഇന്ദ്രൻ കുളിച്ച് ആചമിച്ച് ശുഭ്രവസ്ത്രമെടുത്ത് ദേവിയെ രത്നപീഠത്തിലിരുത്തി രത്നകുംഭത്തിൽ ഗംഗാതീർത്ഥം നിറച്ച് മന്ത്രപൂർവ്വം അഭിഷേകം ചെയ്തു. ഉടുക്കുവാൻ മനോജ്ഞമായ വസ്ത്രങ്ങൾ നൽകി. സർവാംഗങ്ങളിലും ചന്ദനം പൂശി അർഘ്യപാദ്യങ്ങൾ നൽകി. ഗണേശൻ, സൂര്യൻ, അഗ്നി, വിഷ്ണു, മൃത്യുഞ്ജയ, ശിവ എന്നീ 6 ദേവന്മാരെയും പൂജിച്ചു. പിന്നീട് മനസാദേവിയെയും പൂജിച്ചു. ഓം ഹ്രീം ശ്രീം മനസാദേവി സ്വാഹ എന്ന മൂലമന്ത്രം ജപിച്ച് വിഷ്ണുവിന്റെ നിർദ്ദേശപ്രകാരം ഷോഡശോപചാരങ്ങൾ ചെയ്ത് ഭക്തി ആദരപൂർവ്വം മനസാദേവിയെ പൂജിച്ചു. ആ സമയത്ത് ദേവിയുടെ ശിരസിൽ പുഷ്പവൃഷ്ടിയും ഉണ്ടായി. വാദ്യഘോഷങ്ങളും മുഴങ്ങി. ബ്രഹ്മാദികളുടെ ആജ്ഞപ്രകാരം ഇന്ദ്രൻ ദേവിയെ സ്തുതിച്ച് പുളകിതഗാത്രനായി. പതിവ്രതമാരിൽ ശ്രേഷ്ഠയായ അവിടുത്തെ വാഴ്ത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ എനിക്കതിനുള്ള ശക്തിയില്ല. സ്തോത്രങ്ങൾ സ്വഭാവാഖ്യാന തൽപരങ്ങളാണെന്നാണ് വേദങ്ങൾ പറയുന്നത്. നീ ശുദ്ധ സത്വസ്വരൂപയാണ്. അതിഥി മാതാവിനെ പോലെ തന്നെയാണ് എനിക്ക് അവിടുന്ന് എന്നെയും എൻ്റെ പത്നിയെയും പുത്രന്മാരെയും രക്ഷിച്ചു. അവിടുത്തെ എന്നും ഞാൻ പൂജിക്കും. നാഗപഞ്ചമി ദിവസത്തിലോ ആഷാഢത്തിലെ സംക്രാന്തിയിലോ നിത്യമായോ നിന്നെ പൂജിച്ചാൽ സർവസമ്പത്സിദ്ധിയും ഉണ്ടാകും, യശസ്സും വർദ്ധിക്കും. നിന്നെ നിന്ദിക്കുന്നവർ ലക്ഷ്മീഹീനയായും നാഗഭീതിയുള്ളവനായും ഭവിക്കും. അവിടുത്തെ പതി ജരൽക്കാരും കശ്യപന്റെ മാനസപുത്രി അവിടുന്ന് സിദ്ധയോഗിനിയുമാണ്. അതിനാൽ തന്നെ അവിടുന്ന് വന്ദിക്കപ്പെടേണ്ടവളും പൂജ്യയുമാണ്. മനസാദേവിയായി നിന്നെ വിദ്വാൻമാർ പുകഴ്ത്തുന്നു. ഇത്രയും പറഞ്ഞ് ഇന്ദ്രൻ പരിവാരങ്ങളോടുകൂടി സ്വർഗത്തിലേക്ക് പോയി. മനസാദേവി പുത്രനോടും കൂടി അച്ഛൻ്റെ അടുത്തേക്കും പോയി. ഗോലോകത്ത് നിന്ന് കാമധേനുവും അവിടെ വന്ന് ദേവിയെ അഭിഷേകം ചെയ്യുകയും പൂജിക്കുകയും ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ ദേവിക്ക് ജ്ഞാനവും നൽകി. അപ്രകാരം ദേവന്മാരാൽ പൂജിക്കപ്പെട്ട ദേവി വീണ്ടും സ്വർഗത്തിലേക്ക് തന്നെ തിരിച്ചുപോയി എന്ന് പറയുന്നു. ഈ പുണ്യസ്തോത്രം ജപിച്ച് മനസാദേവിയെ പൂജ ചെയ്യുന്നവനും അവന്റെ കുലത്തിലുള്ളവനും നാഗഭീതി ഉണ്ടാവുകയില്ല. 5 ലക്ഷം ഒരു ജപിച്ച് സിദ്ധി വരുത്തുകയാണെങ്കിൽ വിഷവും അമൃതിന് തുല്യമാകും. സ്തോത്രസിദ്ധി വന്നവന് സർപ്പത്തെ മെത്തയാക്കാം, വാഹനവുമാക്കാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ മനസോവാഖ്യാനം എന്ന പ്രകരണം 48-ാം അധ്യായത്തിൽ നമ്മൾ ഭഗവത്പാദങ്ങൾ സമർപ്പിച്ചു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവ കരോമി സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. പ്രജാഭ്യ പരിപാലയന്ത ന്യായേന മാർഗേണ മഹ്യം മഹീഷ. ഓ ബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.